ഇംഗ്ലീഷിലുണ്ടല്ലോ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുമ്പോൾ തന്നെ പലർക്കും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ അതൊരു നെഗറ്റീവ് ചോദ്യം കൂടിയാണെങ്കിലോ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ അവൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് സാധാരണ ചോദ്യം. അവൾ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നതാണ് ഈ പറഞ്ഞ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പലപ്പോഴും ഡെയിലി ലൈഫിൽ ഏറ്റവും അധികം ആവശ്യം വരുന്നത് ഇതുപോലെയുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ ടൈപ്പ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് എളുപ്പത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. പിന്നെ അവസാനം ഒരു ഷോർട്ട് ക്വിസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോൾ പുറത്തെവിടെയെങ്കിലും വെച്ച് ഒരാളെ കണ്ടു. അപ്പോൾ നമുക്കൊരു സംശയം, ഇത് നമ്മുടെ ഫ്രണ്ട് മീരയുടെ ചേച്ചിയല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് കേട്ടോ, അത് മീരയുടെ ചേച്ചിയല്ലേ എന്ന്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? അത് മീരയുടെ ചേച്ചി ആണോ എന്നല്ല ഞാൻ ചോദിച്ചത്, ചേച്ചി അല്ലേ എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ ചോദിക്കുന്നത് ഇസിൻ ദാറ്റ് മീര സിസ്റ്റർ എന്നാണ്. ശ്രദ്ധിച്ചോ, ഇസിൻ ദാറ്റ്. അപ്പോൾ മീരയുടെ ചേച്ചി ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ ഇസ് ദാറ്റ് എന്ന് ചോദിക്കുമായിരുന്നു. ഇവിടെ ചേച്ചി അല്ലേ എന്ന് ചോദിക്കാൻ നമ്മളിവിടെ നെഗറ്റീവാണ് യൂസ് ചെയ്തത്. എങ്ങനെ നെഗറ്റീവ് ഫോം ചെയ്തത്? ഇസ് എന്നുള്ളതിന് പകരം ഇസിൻ എന്ന് പറഞ്ഞു. ഇസിൻ ദാറ്റ് മീര സിസ്റ്റർ. അപ്പോൾ ഇവിടെ മീര സിസ്റ്റർ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇസിൻ എന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഒരാളോട് നമുക്ക് നേരിട്ട് ചോദിക്കണമെങ്കിലോ, ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കില്ലേ, നിങ്ങൾ ഡോക്ടർ ജോൺ അല്ലേ എന്ന്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അയാളോട് തന്നെയാണ് ചോദിക്കുന്നത്. അവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? ആറിൻറ്റ് യു ഡോക്ടർ ജോൺ? അപ്പോൾ നിങ്ങൾ ഡോക്ടർ ജോൺ ആണോ എന്ന് ചോദിക്കാൻ ആർ യു ഡോക്ടർ ജോൺ എന്ന് ചോദിക്കും. നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കാൻ ആറിൻറ്റ് യു ഡോക്ടർ ജോൺ എന്നാണ് അവിടെ ചോദ്യം വന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കും എപ്പോഴും നമ്മളിങ്ങനെ ഈ ഷോർട്ട് ഫോം തന്നെ യൂസ് ചെയ്യണോ, ആറിൻറ്റ് യു എന്ന് തന്നെ പറയണമെന്ന്. വേണ്ട, അല്ലാതെയും നമുക്ക് പറയാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരുന്നതെന്നറിയാമോ? അവിടെ ആർ നോട്ട് യു ഡോക്ടർ ജോൺ എന്ന് പറയരുത്, അത് തെറ്റാണ്. അതിന് പകരം ആർ യു നോട്ട് എന്നാണ് അവിടെ ചോദ്യം വരിക. അപ്പോൾ ഫുൾ ഫോമിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആർ നോട്ട് യു അല്ല, ആർ യു നോട്ട് ഡോക്ടർ ജോൺ. പക്ഷെ അത് ഷോർട്ട് ഫോം പറയുമ്പോൾ ആൻറ്റ് യു എന്ന് പറഞ്ഞ് പറയാം. ആൻറ്റ് യു ഡോക്ടർ ജോൺ എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. അതുപോലെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമല്ലേ, അത് അയാളല്ലേ, അത് അവളല്ലേ എന്നൊക്കെ. അത് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ അയാളെന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹീ എന്നാണ് പറയുക അല്ലേ. അതുപോലെ അവൾ എന്നുള്ളതിന് ഷീ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അയാളല്ലേ എന്ന് ചോദിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇസിൻ ദാറ്റ് ഹീ എന്നാണ് ചോദ്യം വരേണ്ടത്. പക്ഷെ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇസിൻ ദാറ്റ് ഹിം എന്നായിരിക്കും. അപ്പോൾ ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ ഇസിൻ ദാറ്റ് ഹീ എന്നാണ് പറയേണ്ടത്. ഗ്രാമാറ്റിക്കലി അതാണ് ശരി. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് പോലും ഇസിൻ ദാറ്റ് ഹിം എന്നാണ് സാധാരണ ചോദിക്കുക. അപ്പോൾ അത് അവളല്ലേ എന്ന് ചോദിക്കാൻ ഇസിൻ ദാറ്റ് ഷീ എന്ന് പറയണ്ട, ഇസിൻ ദാറ്റ് ഹർ എന്ന് ചോദിക്കാമെന്നാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, നമ്മൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നത്? സാധാരണ പോലെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോരെ. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണോ എന്ന് എനിക്കറിയില്ല, അവിടെ ഞാൻ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? ചോദ്യം എങ്ങനെ വരും? ആർ യു വെജിറ്റേറിയൻ, ശരിയല്ലേ? അപ്പോൾ ഉത്തരം എനിക്ക് കിട്ടും, ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയും നിങ്ങൾ. പക്ഷേ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ്, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ, എൻ്റെ ആ ഒരു സംശയം അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യം കൺഫേം ചെയ്യാനാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ അവിടെ ചോദ്യം വരിക ആൻറ്റ് യു വെജിറ്റേറിയൻ എന്നാണ്. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, അതൊന്നുകൂടെ ഉറപ്പിക്കാനാണെങ്കിൽ ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കുക. പിന്നെ ഒരു കാര്യം, ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എങ്ങനെയായിരിക്കും വരിക? ഇപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ അല്ലേ, ആൻറ്റ് യു വെജിറ്റേറിയൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നോ ഐ എം നോട്ട്. മനസ്സിലായോ? നോ ഐ എം നോട്ട്. ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? യെസ് ഐ ആം. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ വെജിറ്റേറിയൻ അല്ലേ, അപ്പോൾ നിങ്ങൾ പറയുന്നത് അതെ ഞാൻ വെജിറ്റേറിയൻ ആണ് എന്നാണ്. യെസ് ഐ ആം എന്നാണ് ഇംഗ്ലീഷിൽ ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉച്ചയ്ക്ക് 3 മണിയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ആ സമയത്ത് ആർക്കായാലും വിശക്കുമല്ലോ, നമുക്കത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കും അല്ലേ. അവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? ആൻറ്റ് യു ഹംഗ്രി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആൻറ്റ് യു ഫീലിംഗ് ഹംഗ്രി എന്നും ചോദിക്കാം കേട്ടോ. അപ്പോൾ ആറിൻറ്റ് യു ഹംഗ്രി എന്നാണ് പറഞ്ഞത്, ആർ യു ഹംഗ്രി എന്നല്ല. പിന്നെ ഒരു കാര്യം, ഈ ആൻറ്റ് യു ഹംഗ്രി എന്നുള്ളത് എങ്ങനെയാണ് ഫുൾ ഫോമിൽ ചോദിക്കുന്നത്? ആർ യു നോട്ട് ഹംഗ്രി എന്നാണ്. ആ നോട്ട് യു ഹംഗ്രി എന്നല്ല കേട്ടോ, ആർ യു നോട്ട് ഹംഗ്രി, അതാണ് നമ്മുടെ ഈ ആൻറ്റ് യു ഹംഗ്രി. അപ്പോൾ ഇതോ, അവൾ പഠിക്കുകയല്ലേ, നമ്മൾ ഇപ്പുറത്തെ മുറിയിൽ ഇരിക്കുകയാണ്, അപ്പുറത്തെ മുറിയിൽ മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവൾ പഠിക്കുകയാണെന്ന് നമുക്കറിയാം, ഉറപ്പാണ്. എന്നാലും ഒന്നുകൂടി ചോദിക്കുകയാണ്, അവൾ പഠിക്കുകയല്ലേ? അതെങ്ങനെയാണ് ചോദിക്കുക? ഇസിൻ ഷീ സ്റ്റഡിങ്? കേട്ടോ, ഇസ് ഷീ സ്റ്റഡിങ് എന്നല്ല, നമുക്കറിയാമല്ലോ അവൾ പഠിക്കുകയാണെന്ന്. അപ്പോൾ ഇസിൻ ഷീ സ്റ്റഡിങ് എന്നാണ് ചോദ്യം വരുന്നത്. അതായത് ഇസ് ഷീ നോട്ട് സ്റ്റഡിങ്, അതാണ് ഷോർട്ട് ഫോമിൽ ഇസിൻ ഷീ സ്റ്റഡിങ് എന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പം അടുത്തത് നോക്കൂ, ചോദ്യം ഇതാണ്, നിങ്ങളുടെ അച്ഛൻ വരുന്നില്ലേ? നിങ്ങളുടെ അച്ഛൻ വരുന്നില്ലേ എന്ന്. അപ്പം എങ്ങനെയാണ് ചോദിക്കുക? ഇസിൻറ്റ് എന്നാണോ ആറിൻറ്റ് എന്നാണോ ചോദ്യം തുടങ്ങേണ്ടത്? നമ്മളിവിടെ പറയുന്നത് നിങ്ങളെ പറ്റിയല്ല, നിങ്ങളുടെ അച്ഛനെ പറ്റിയാണ്, അല്ലേ? ഇപ്പോൾ യുവർ ഫാദർ ആണ് ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫാദർ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഫാദർ ഒരാളല്ലേ. അപ്പോൾ എന്ത് ചോദിക്കും? ഇസിൻറ്റ് യുവർ ഫാദർ കമ്മിങ്? മനസ്സിലായോ? ഇസിൻറ്റ് യുവർ ഫാദർ കമ്മിങ്. അപ്പോൾ ഇവിടെ യുവർ ഫാദർ എന്ന് വരുന്നത് കൊണ്ട് സംശയം വരരുത് കേട്ടോ, ഇവിടെ ഫാദർ മാത്രമാണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് ഇസിൻറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. നേരെ മറിച്ച് നിങ്ങൾ വരുന്നില്ലേ എന്നായിരുന്നെങ്കിൽ എന്ത് ചോദിക്കുമായിരുന്നു? ആൻറ്റ് യു കമ്മിങ് എന്ന് ചോദിക്കും. നിങ്ങൾ, യു അല്ലേ, അപ്പോൾ ആൻറ്റ് യു കമ്മിങ് എന്നാണ് അവിടെ ചോദ്യം വരിക. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ആ ചോദ്യം തുടങ്ങാൻ. അതൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്തത്, നീ നാളെ സ്കൂളിൽ പോകുന്നില്ലേ? അപ്പോൾ നാളെ സ്കൂളുണ്ട്, സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. പക്ഷേ ഹോംവർക്ക് ഒക്കെ ചെയ്യാണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് നമുക്കൊരു സംശയം, സ്കൂളിൽ പോകാതിരിക്കാനുള്ള പരിപാടിയാണോ എന്ന്. അപ്പോൾ അത് ഉറപ്പിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ വന്നത് അതുകൊണ്ടാണ്. നീ നാളെ സ്കൂളിൽ പോകുന്നില്ലേ? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ആൻറ്റ് യു ഗോയിങ് ടു സ്കൂൾ ടുമോറോ? ശ്രദ്ധിച്ചോ, ആൻറ്റ് യു ഗോയിങ് ടു സ്കൂൾ ടുമോറോ. അപ്പോൾ ഇവിടെ ആൻറ്റ് യു കഴിഞ്ഞിട്ട് ING ഫോമാണ് വന്നത്. ഇപ്പോൾ നാളെ സ്കൂളിൽ പോകുന്നുണ്ട് എന്നുള്ളതിന് ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഐ എം ഗോയിങ് ടു സ്കൂൾ ടുമോറോ. അപ്പോൾ നാളത്തെ കാര്യമാണെങ്കിലും അതിനെപ്പറ്റി പറയാൻ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ING ഫോം യൂസ് ചെയ്യും, അല്ലേ? ഐ എം ഗോയിങ് ടു സ്കൂൾ ടുമോറോ. അതിൻ്റെ ചോദ്യമാണ്, പോകുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഇങ്ങനെ വന്നത്, ആൻറ്റ് യു ഗോയിങ് ടു സ്കൂൾ ടുമോറോ എന്ന്. ഇനി വേറൊരെണ്ണം, നീ ശ്രദ്ധിക്കുന്നില്ലേ? ഇതിപ്പോൾ നടക്കുന്ന കാര്യം കേട്ടോ, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ശ്രദ്ധിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ അത് ഉറപ്പിക്കാനും നിന്നെ ഓർമ്മിപ്പിക്കാനുമാണ് ഞാൻ ചോദിക്കുന്നത്, നീ ശ്രദ്ധിക്കുന്നില്ലേ എന്ന്. അവിടെ എങ്ങനെ ചോദിക്കും? ആൻറ്റ് യു ലിസ്ണിങ്? കണ്ടോ, ആർൻറ്റ് യു ലിസ്ണിങ്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ് ഈ ചോദിക്കുന്നത്, ശ്രദ്ധിക്കുന്നില്ലേ, ആൻറ്റ് യു ലിസ്ണിങ്. പക്ഷേ അടുത്ത ചോദ്യം നോക്കൂ കേട്ടോ, നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലേ? മനസ്സിലായില്ലേ? ഇത് പാസ്റ്റിലെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. കുറച്ചു നേരം മുന്നേ ഞാൻ നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ പാസ്റ്റിലാണ് ക്വസ്റ്റ്യനും വരേണ്ടത്. എങ്ങനെ ചോദിക്കുക? വെറിൻറ്റ് യു ലിസ്ണിങ് എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. ഇപ്പം ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ ആറിൻറ്റ് യു ലിസ്ണിങ്, മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ വെറിൻറ്റ് യു ലിസ്ണിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അവർ ഉറങ്ങുകയായിരുന്നില്ലേ? വെറിൻറ്റ് ദേ സ്ലീപ്പിംഗ്? കണ്ടോ, ദേ ഒന്നിൽ കൂടുതൽ പേരാണല്ലോ, അതുകൊണ്ട് വെറിൻറ്റ് ദേ സ്ലീപ്പിംഗ്. അപ്പോൾ ഒരാളെ കുറിച്ചാണെങ്കിലോ, അവൾ കുക്ക് ചെയ്യായിരുന്നില്ലേ, ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കും. വാസിൻറ്റ് ഷീ കുക്കിംഗ്? വാസിൻറ്റ് ഷീ ആയതുകൊണ്ടാണ് വാസിൻറ്റ് വന്നത്. വാസിൻറ്റ് ഷീ കുക്കിംഗ്. അപ്പോൾ ഇതോ, റിയ ഫോണിലായിരുന്നില്ലേ? അപ്പോൾ ഫോണിലായിരുന്നില്ലേ, അതായത് ഫോണിൽ സംസാരിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും. വാസിൻറ്റ് റിയ ഓൺ ദ ഫോൺ? അപ്പോൾ ഓൺ ദ ഫോൺ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഫോണിൽ ആരോട് സംസാരിക്കായിരുന്നില്ലേ എന്ന്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വാസിൻറ്റ് റിയ ഓൺ ദ ഫോൺ. റിയ ഒരാളല്ലേ, അവിടെയും വാസ് ആണ് വരിക. വാസിൻറ്റ് റിയ ഓൺ ദ ഫോൺ എന്ന് അവിടെ ചോദ്യം. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാർട്ടൂൺ കാണാറില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ, മാറ്റമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം, നിങ്ങൾ കാർട്ടൂൺ കാണാറില്ലേ എന്ന്. അപ്പോൾ അവിടെ എങ്ങനെ ചോദിക്കുക? ഡോണ്ട് യു വാച്ച് കാർട്ടൂൺസ്? നിങ്ങൾ കാർട്ടൂൺ കാണാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു വാച്ച് കാർട്ടൂൺസ് എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ കാർട്ടൂൺ കാണാറില്ലേ എന്നല്ലേ, അപ്പോൾ ഡോണ്ട് യു വാച്ച് കാർട്ടൂൺസ് എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, യു ആണ് സബ്ജക്റ്റ്, അപ്പോൾ ഡോണ്ട് യു എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയത്. അവിടെ ദേ ആണെങ്കിലും ഡോണ്ട് ദേ എന്ന് തന്നെ വരുമായിരുന്നു, വി ആണെങ്കിലും ഡോണ്ട് വി എന്ന് തന്നെ ചോദിക്കും. അപ്പോൾ സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ പേരാണെങ്കിൽ അവിടെ ഡോണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഇത് കണ്ടല്ലോ, അവർക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ? അവർക്ക്, അവർ, അപ്പോൾ ദേ ആണല്ലേ. അപ്പോൾ എന്താ ചോദിക്കുക? ഡോണ്ട് ദേ ലൈക്ക് ഐസ്ക്രീം? ഡോണ്ട് ദേ ലൈക്ക് ഐസ്ക്രീം? കണ്ടോ, ദേ ആയതുകൊണ്ടാണ് ഡോണ്ട് എന്ന് തന്നെ ചോദ്യം വന്നത്. ഡോണ്ട് ദേ ലൈക്ക് ഐസ്ക്രീം. യു ആണെങ്കിലും ചോദിക്കും ഡോണ്ട് യു ലൈക്ക് ഐസ്ക്രീം എന്ന്. ഇനി ഈ ചോദ്യം, അവൾ നിന്നെ പാചകത്തിൽ സഹായിക്കാറില്ലേ? അതായത് പാചകം ചെയ്യാൻ സഹായിക്കാറില്ലേ എന്ന്.
അപ്പോൾ അവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? അപ്പോൾ ഇവിടെ നമ്മൾ അവളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അവൾ എന്ന് വെച്ചാൽ ഷീ. അപ്പോൾ ചോദ്യം എങ്ങനെ തുടങ്ങും? ഡസൻ ഷീ ഹെൽപ്പ് യു വിത്ത് കുക്കിംഗ്? അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഡോണ്ട് ഷീ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഷീ ഒരാളേ ഉള്ളൂ, അപ്പോൾ ഡസൻ ഷീ. ഡസൻ ഷീ കഴിഞ്ഞിട്ട് ഹെൽപ്സ് ഇല്ല, ഹെൽപ്പേ ഉള്ളൂ. ഡസൻ ഷീ ഹെൽപ്പ് യു വിത്ത് കുക്കിംഗ്? അപ്പോൾ കാര്യം ശരിയാണ്, അവൾ സഹായിക്കാറുണ്ടെന്ന് പറയാൻ ഷീ ഹെൽപ്സ് എന്ന് പറയും. പക്ഷേ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഡസൻ ഷീ കഴിഞ്ഞിട്ട് പിന്നെ ഹെൽപ്സ് പാടില്ല, ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ ഹെൽപ്പിൻ്റെ കൂടെ എസ് പാടില്ല. കാരണം ഇവിടെ ഡസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ തന്നെ എസ് ഉണ്ട്, ഡസ് അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെൽപ്സ് എന്ന് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഡസൻ ഷീ ഹെൽപ്പ് യു വിത്ത് കുക്കിംഗ്? പിന്നെ അതും ശ്രദ്ധിക്കണം, നമ്മൾ മലയാളത്തിൽ പറയുന്നത് പാചകത്തിൽ എന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ഇൻ കുക്കിംഗ് എന്നല്ല, ഹെൽപ്പ് യു വിത്ത് കുക്കിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ വളരെ സാധാരണ നമ്മൾ ചോദിക്കാറുള്ള തരം ഒരു ചോദ്യം, രവിക്ക് കാറില്ലേ? അപ്പം അവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? ഇവിടെ നമ്മൾ പറയുന്നത് രവിയെക്കുറിച്ചാണ്. രവി ഒരാളേ ഉള്ളൂ അല്ലേ? അപ്പം എന്താ പറയുക? ഡസൻറ്റ് രവി ഹാവ് എ കാർ? അപ്പോൾ ശ്രദ്ധിക്കണം, രവിക്ക് കാർ ഉണ്ടെന്ന് പറയാൻ രവി ഹാസ് എ കാർ എന്ന് പറയും. പക്ഷെ രവിക്ക് കാർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡസൻ രവി ഹാസ് അല്ല, ഡസൻ രവി ഹാവ് എ കാർ. എന്താ കാരണം എന്നറിയാമോ? ഈ ഡസ് കഴിഞ്ഞിട്ട് പിന്നെ ആ വരുന്ന വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഹാവ് എന്ന് പറയുന്നതാണ് ബേസ് ഫോം, അതിൻ്റെ കൂടെ എസ് ചേരുമ്പോഴാണ് നമുക്ക് ഹാസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്? ഡസൻ രവി ഹാസ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഡസൻ രവി ഹാവ് എ കാർ എന്നാണ് അവിടെ ചോദ്യം വരിക. അപ്പോൾ അയാൾക്ക് കാറില്ലേ എന്നെങ്ങനെ ചോദിക്കുമായിരുന്നു? അല്ലെങ്കിൽ അവന് കാറില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡസൻ ഹീ ഹാവ് എ കാർ? മുൻപ് നമ്മൾ രവി എന്ന് പറഞ്ഞു, ഇവിടെ രവിക്ക് പകരം അവൻ അല്ലെങ്കിൽ അയാൾ എന്ന് പറഞ്ഞു. അപ്പോഴും ഒരേപോലെയാണ് ചോദ്യം വരുന്നത്. ഡസൻ ഹീ ഹാവ് എ കാർ? പക്ഷേ അവർക്ക് കാറില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? അവർക്ക്, അയാൾക്കല്ല. ഇവിടെ പലരുടെ കാര്യം ചോദിക്കുന്നത്, അവർക്ക്. അപ്പോൾ ഡോണ്ട് ദേ ഹാവ് എ കാർ? മനസ്സിലായോ? അപ്പോൾ കുറേ പേരെ പറ്റിയാണെങ്കിൽ ഡോണ്ട് ദേ ഹാവ് എ കാർ, ഒരാളെ പറ്റിയാണെങ്കിൽ ഡസൻറ്റ് ഹീ ഹാവ് എ കാർ. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ? എളുപ്പമാണ്, ആ ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതേപോലെ തന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത് നോക്കാം. നീ ഇന്നലെ ജോലിക്ക് പോയില്ലേ? കണ്ടോ, ഇന്നലത്തെ കാര്യമാണ്. ഇന്നലെ പോയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ചോദിക്കുക? ഡിഡിൻറ്റ് യു ഗോ ടു വർക്ക് യെസ്റ്റർഡേ? കണ്ടോ, ഡിഡിൻറ്റ് യു ഗോ ടു വർക്ക് യെസ്റ്റർഡേ? ഇന്നലെ പോയില്ലേ. പോയോ എന്ന് ചോദിക്കാൻ ഡിഡ് യു ഗോ എന്ന് ചോദിക്കും. ഇവിടെ പോയില്ലേ, ഡിഡിൻറ്റ് യു ഗോ ടു വർക്ക് യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഡിഡിൻറ്റ് എന്ന് വന്നത് പാസ്റ്റ് ആയതുകൊണ്ട് അല്ലേ, ഡിഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ വന്നതെന്ന് നോക്കിയേ, ഡിഡിൻറ്റ് യു വെൻറ്റ് അല്ല, ഡിഡിൻറ്റ് യു ഗോ. നീ പോയി എന്ന് പറയാൻ യു വെൻറ്റ് എന്ന് പറയും. പക്ഷേ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് വന്നല്ലോ, ഡിഡിൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഡിഡിൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബേസ് ഫോം ഗോ വന്നാൽ മതി. ഡിഡിൻറ്റ് യു ഗോ ടു വർക്ക് യെസ്റ്റർഡേ? ഇനി അടുത്ത ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചോദ്യം ഇതാണ്, നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക, കാണുക എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഇംഗ്ലീഷിൽ നോട്ടിസ് എന്ന് പറയാം. അപ്പോൾ എന്താ ചോദിക്കുക? ഡിഡിൻറ്റ് യു നോട്ടിസ് ദാറ്റ്? ഡിഡിൻറ്റ് യു കഴിഞ്ഞിട്ട് കണ്ടോ നോട്ടിസ്ഡ് എന്നില്ല, ഡിഡിൻറ്റ് യു നോട്ടിസ് ദാറ്റ്. ഇനി അവർക്ക് കാർ ഉണ്ടായിരുന്നില്ലേ? പാസ്റ്റിലെ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് കാർ ഉണ്ടോ എന്ന് ചോദിക്കാൻ മുൻപ് നമ്മൾ കണ്ടില്ലേ, ഡോണ്ട് ദേ ഹാവ് എ കാർ എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ കാർ ഉണ്ടായിരുന്നില്ലേ, പാസ്റ്റിൽ ചോദിച്ചാൽ മതി. അപ്പം എന്താ പറയുക? ഡിഡിൻറ്റ് ദേ ഹാവ് എ കാർ? അവിടെയും ശ്രദ്ധിക്കണം, കാർ ഉണ്ടായിരുന്നു, പാസ്റ്റ് ടെൻസ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഡിഡിൻറ്റ് ഹാഡ് എന്ന് പറയരുത്, ഡിഡിൻറ്റ് ദേ ഹാവ് എ കാർ എന്നാണ് ചോദിക്കുക. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നില്ലേ? ഡിഡിൻറ്റ് ദേ ഹാവ് ഇനഫ് മണി? കണ്ടോ, ഡിഡിൻറ്റ് ദേ ഹാവ് ഇനഫ് മണി. ഇനി വരുന്ന ടൈപ്പ് ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ പാസ്റ്റിൽ ഹാബിച്വലായിട്ടൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ചെറുപ്പത്തിൽ നീ പാടാറുണ്ടായിരുന്നില്ലേ എന്ന്. അപ്പോൾ ചെറുപ്പത്തിൽ മുഴുവൻ, കുട്ടിയായിരിക്കുന്ന കാലം മുഴുവൻ ഇത് ചെയ്യാറുണ്ടായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ചോദ്യം വരിക? ഡിഡിൻറ്റ് യു യൂസ് ടു സിങ് വെൻ യു വർ എ കിഡ്? കണ്ടോ, ഡിഡിൻറ്റ് യു യൂസ് ടു സിങ്. ഡിഡിൻറ്റ് യു സിങ് എന്ന് വെച്ചാൽ പാടിയില്ലേ എന്നാണ്. ഇതങ്ങനെയല്ല, പാടാറുണ്ടായിരുന്നില്ലേ സ്ഥിരമായിട്ട്. ഡിഡിൻറ്റ് യു യൂസ് ടു സിങ് വെൻ യു വർ എ കിഡ്? അപ്പോൾ അവിടെ ഒരു കാര്യം, ഡിഡിൻറ്റ് യു കഴിഞ്ഞിട്ട് പിന്നെ യൂസ്ഡ് ടു എന്നല്ല കേട്ടോ, യൂസ് ടു. ഡിഡിൻറ്റ് യു യൂസ് ടു, ആ ഡി യൂസ് കഴിഞ്ഞിട്ടില്ല, അവിടെ പാസ്റ്റ് ടെൻസ് ഇല്ല, ഡിഡ് ആണ് പാസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ചോദ്യം,
നിൻ്റെ അമ്മ ഡ്രൈവ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നില്ലേ എന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ പറയുക? ഡിഡിൻറ്റ് യുവർ മദർ യൂസ് ടു ഡ്രൈവ്? കണ്ടോ, ഡിഡിൻറ്റ് യുവർ മദർ യൂസ് ടു ഡ്രൈവ്, യൂസ്ഡ് അല്ല, യൂസ് ടു ഡ്രൈവ്. ഡിഡ് വന്നത് കൊണ്ട് പിന്നെ യൂസ്ഡ് പാടില്ല കേട്ടോ. ഇതാ ഈ ചോദ്യം നോക്കൂ. നീ ഈ ഫിലിം കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാമോ? ലോകത്തുള്ള എല്ലാവരും കണ്ടു കഴിഞ്ഞൊരു മൂവിയാണിത്. ഇയാൾ മാത്രമേ ഇത് കണ്ടിട്ടില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ എങ്ങനെ ചോദ്യം വരും? ഹാവിൻറ്റ് യു സീൻ ദിസ് ഫിലിം? കണ്ടോ, ഹാവിൻറ്റ് യു സീൻ ദിസ് മൂവി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മൂവി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു സീൻ ദിസ് മൂവി എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടിട്ടില്ലേ എന്നായതുകൊണ്ട് ഹാവിൻറ്റ് യു എന്ന് പറഞ്ഞാണ് ചോദ്യം തുടങ്ങുന്നത്. പിന്നെ കണ്ടല്ലോ, ഹാവിൻറ്റ് യു സീൻ എന്നാണ് വന്നത്. ഈ സീൻ എന്താണ്? കാണുക എന്നുള്ളതിന് സീ എന്നല്ലേ പറയുന്നത്. അതിൻ്റെ 3 വേർബ് ഫോംസ് ആണ് സീ, സോ, അത് പാസ്റ്റ് ടെൻസ് ആണ്, പിന്നെ സീൻ, ഈ പറഞ്ഞത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് തന്നെ വേർബ് 3 എന്ന് പറയും, ആ ഫോമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ഹാവിൻറ്റ് യു സീൻ ദിസ് മൂവി എന്നാണ് ചോദ്യം. ഇനി അടുത്തത് നോക്കൂ. നീ ഇവിടെ മുൻപ് വന്നിട്ടില്ലേ? കണ്ടോ, മലയാളത്തിൽ നീ ഇവിടെ മുൻപ് വന്നിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. ഹാവിൻറ്റ് യു ബീൻ ഹിയർ ബിഫോർ? കണ്ടോ, ഹാവിൻറ്റ് യു ബീൻ ഹിയർ ബിഫോർ എന്നാണ് ചോദ്യം വന്നത്. ഈ ബീൻ എന്താണ്? ബി എന്ന് പറയുന്ന വേർബിൻ്റെ 3ാമത്തെ ഫോമാണ് ബീൻ. അപ്പോൾ ഒരു സ്ഥലത്ത് വരിക, അവിടെ ആയിരിക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ബി യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഹാവിൻറ്റ് യു ബീൻ ഹിയർ ബിഫോർ? ഇവിടെ ഇതിനു മുൻപ് വന്ന അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അത് ഉണ്ടായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനി ഇത്, അദ്ദേഹം ഇനിയും ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടില്ലേ? ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കുക എന്നുള്ളതിനാണ് ടു റിട്ടയർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചോദ്യം വരിക? ഇവിടെ അദ്ദേഹം ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഹാസിൻറ്റ് ഹീ റിട്ടയേർഡ് യെറ്റ് എന്ന് ചോദിക്കും. എന്തിനാണ് ആ യെറ്റ് വന്നത്? ഇനിയും, ഇതുവരെ എന്നൊരർത്ഥം കിട്ടാനാണ് യെറ്റ് പറയുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്തോ എന്ന് ചോദിക്കാൻ ഹാസ് ഹി റിട്ടയേർഡ് ചോദിച്ചാൽ മതി. പക്ഷേ ഇനിയും റിട്ടയർ ചെയ്തില്ലേ എന്നല്ലേ ചോദിക്കുന്നത്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ. അതുകൊണ്ട് ഹാസിൻറ്റ് ഹി റിട്ടയേർഡ് യെറ്റ്, ഇതുവരെ, യെറ്റ് എന്ന് ചോദിച്ചു. ഇനി ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അവൾ നിൻ്റെ പുസ്തകം ഇതുവരെ മടക്കി തന്നിട്ടില്ലേ? അപ്പോൾ മടക്കി തരിക, തിരിച്ചു തരിക എന്നുള്ളതിന് ടു റിട്ടേൺ എന്ന് പറയാം. ഇവിടെ എങ്ങനെയാണ് ചോദിക്കുക? അവളെക്കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ഹാസിൻറ്റ് ഷീ റിട്ടേൺഡ്, അവൾ മടക്കി തന്നിട്ടില്ലേ? ഹാസിൻറ്റ് ഷീ റിട്ടേൺഡ് എന്ത്? നിൻ്റെ പുസ്തകം, യോർ ബുക്ക്, ഇതുവരെ എന്നുള്ളൊരർത്ഥം കിട്ടാൻ യെറ്റ് കൂടെ ചേർക്കണം. ഹാസിൻറ്റ് ഷീ റിട്ടേൺഡ് യുവർ ബുക്ക് യെറ്റ് എന്നാണ് ചോദ്യം. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ പാസ്റ്റിൽ എങ്ങനെയാണ് വരിക നോക്കാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അവർ മുൻപ് തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? കണ്ടോ, അവർ മുൻപ് തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടിട്ടില്ലേ എന്നല്ല ചോദിച്ചത്. അപ്പോൾ പാസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെ വരും? ഹാഡ് വരണം. ഹാഡിൻറ്റ് ദേ മെറ്റ് ബിഫോർ എന്ന് ചോദിച്ചാൽ മതി. ഹാഡിൻറ്റ് ദേ മെറ്റ് ബിഫോർ. ഈ മെറ്റ് അവിടെ വന്നത് എങ്ങനെയാണെന്ന് കണ്ടോ നിങ്ങൾ? മീറ്റ് എന്ന് പറയുന്ന വേർബ്, അതായത് കാണുക, കണ്ടുമുട്ടുക എന്നുള്ളതിന് മീറ്റ് എന്ന് പറയും. ആ വേർബിൻ്റെ 3ാമത്തെ ഫോമാണ് മെറ്റ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഹാഡിൻറ്റ് ദേ മെറ്റ് ബിഫോർ എന്നാണ് ചോദ്യം. ഇനി അടുത്തത്, നിങ്ങൾ ടിക്കറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? ചോദ്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ടിക്കറ്റ്സ് വാങ്ങിയിട്ടില്ലേ എന്നല്ല, വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. പാസ്റ്റ് ടെൻസ് വരണം, ഹാഡിൻറ്റ് വെച്ച് തുടങ്ങണം. പിന്നെ വാങ്ങുക എന്നുള്ളതിന് ടു ബൈ എന്നാണ് പറയുന്നത്. അതിൻ്റെ 3ാമത്തെ ഫോം ബോട്ട് ആണ്, BOUGHT. അതാണ് ഇവിടെ വരേണ്ടത്. അപ്പം എങ്ങനെ ചോദ്യം വരിക? ഹാഡിൻറ്റ് യു ബോട്ട് ദ ടിക്കറ്റ്സ്? കണ്ടോ, ഹാഡിൻറ്റ് യു കഴിഞ്ഞിട്ട് വേർബ് 3 ഫോം ബോട്ട് ആണ് വരുന്നത്. ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇസിൻറ്റ്, ആറിൻറ്റ്, പിന്നെ വാസിൻറ്റ്, വെറിൻറ്റ്, ഡോണ്ട്, ഡസിൻറ്റ്, ഡിഡിൻറ്റ്, ഹാസിൻറ്റ്, ഹാവിൻറ്റ്, ഹാഡിൻറ്റ്. ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടില്ലേ? ഇനി നമ്മൾ നോക്കുന്നത്, നമുക്ക് ഇങ്ങനെ കുറേ വാക്കുകളില്ലേ, മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, അങ്ങനെ കുറേ ഇല്ലേ. അതൊക്കെ എങ്ങനെയാണ് ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം വിൽ വെച്ച് തുടങ്ങാം. ചോദ്യം ഇതാണ്, ജയ നാളെ വരില്ലേ? അപ്പോൾ ജയ നാളെ വരുന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ജയ വിൽ കം അല്ലേ. ജയ നാളെ വരുമോ എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കും? വിൽ ജയ കം ടുമോറോ ചോദിക്കും. പക്ഷെ ഇവിടെ ഞാൻ ചോദിച്ചത് ജയ നാളെ വരില്ലേ എന്നാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ വേണ്ടത്. അപ്പോൾ എങ്ങനെ ചോദിക്കും? വോണ്ട് ജയ കം ടുമോറോ എന്ന് ചോദിക്കും. മനസ്സിലായോ? എന്താണ് ഈ വോണ്ട്?
വിൽ നോട്ട് ആണ് വോണ്ട് എന്ന് പറയുന്നത്. വില്ലിൻ്റ് എന്ന് പറയില്ല, വോണ്ട് എന്നേ പറയുള്ളൂ. അപ്പോൾ വോണ്ട് ജയ കം ടുമോറോ എന്ന് ചോദിക്കും. പിന്നെ ഇവിടെ ഈ ഷോർട്ട് ഫോം ഇല്ലാതെ യൂസ് ചെയ്യണം എന്നാണെങ്കിൽ എങ്ങനെയാണ് ആ ചോദ്യം വരിക? ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ വിൽ നോട്ട് ജയ കം ടുമോറോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. വോണ്ടിന് പകരം വിൽ നോട്ട് എന്ന് ഇങ്ങോട്ട് ചോദിച്ചാൽ പോരാ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? വിൽ ജയ നോട്ട് കം ടുമോറോ. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. വിൽ ജയ നോട്ട് കം ടുമോറോ അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് വളരെ 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 ഫോമലായിട്ട് തോന്നും. അതുകൊണ്ട് നമുക്ക് ഈ ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്നതാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ നല്ലത്. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുന്നത്? വോണ്ട് ഷി കം ടുമോറോ എന്നാണ്. ഇനി ഈ ചോദ്യം, നീ എന്നെ സഹായിക്കില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നീ എന്നെ സഹായിക്കുമോ എന്നാണെങ്കിൽ വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കും അല്ലേ. നീ എന്നെ സഹായിക്കില്ലേ എങ്ങനെ ചോദിക്കുക? വോണ്ട് യു ഹെൽപ്പ് മീ. കണ്ടോ, വിൽ നോട്ട് ഷോർട്ട് ഫോം വോണ്ട്. വോണ്ട് യു ഹെൽപ്പ് മീ എന്നാണ് ചോദ്യം വരുന്നത്. അവരടുത്ത ആഴ്ച യാത്ര ചെയ്യുന്നുണ്ടാവില്ലേ? അതെങ്ങനെ ചോദിക്കും? അവർ യാത്ര ചെയ്യുന്നുണ്ടാകും എന്ന് പറയാൻ ദേ വിൽ ബി ട്രാവലിംഗ് എന്ന് പറയും. ദേ വിൽ ബി ട്രാവലിംഗ്. അപ്പോൾ അതിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യും? വോണ്ട് ദേ ബി ട്രാവലിംഗ് നെക്സ്റ്റ് വീക്ക് ചോദിച്ചാൽ മതി. വിൽ നോട്ട്, വോണ്ട്. വോണ്ട് ദേ ബി ട്രാവലിംഗ് നെക്സ്റ്റ് വീക്ക്. ജോൺ നാളെ നമ്മളെ കാണാൻ വരുന്നുണ്ടാവില്ലേ? അപ്പോൾ കാണാൻ വരിക എന്നുള്ളതിന് ടു വിസിറ്റ് എന്ന് പറയാം. അപ്പോൾ ജോൺ നാളെ കാണാൻ വരുന്നുണ്ടാവും എന്നെങ്ങനെ പറയും? ജോൺ വിൽ ബി വിസിറ്റിംഗ് അസ് ടുമോറോ അല്ലേ. പക്ഷേ ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരണം. അപ്പോൾ വോണ്ട് ജോൺ ബി വിസിറ്റിംഗ് അസ് ടുമോറോ എന്ന് ചോദിച്ചാൽ മതി. വോണ്ട് ജോൺ ബി വിസിറ്റിംഗ് അസ് ടുമോറോ എന്നാണ് അവിടുത്തെ ചോദ്യം വരുന്നത്. വോണ്ട് യൂസ് ചെയ്ത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്, പക്ഷെ നല്ല ട്രാഫിക് ഉണ്ട്, സമയത്ത് എത്താൻ പറ്റുമോ എന്ന് നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ പറയുകയാണ്, അയ്യോ നമുക്ക് സമയത്ത് എത്താൻ സാധിക്കില്ലേ, സമയത്ത് എത്താൻ പറ്റില്ലേ എന്നൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് കഴിയില്ലേ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നതെങ്കിലും അവിടെ നമ്മൾ ക്യാൻ യൂസ് ചെയ്താൽ ശരിയാവില്ലല്ലോ. അവിടെ നമുക്ക് ഈ ബി ഏബിൾ ടു തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുകയെന്നറിയാമോ? വോണ്ട് വി ബി ഏബിൾ ടു റീച്ച് ഓൺ ടൈം. നമുക്ക് സമയത്ത് എത്താൻ സാധിക്കില്ലേ. അവിടെ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് അല്ലേ. വോണ്ട് വി ബി ഏബിൾ ടു റീച്ച് ഓൺ ടൈം എന്ന് ചോദിക്കും. വോണ്ട് വി ബി ഏബിൾ ടു റീച്ച് ഓൺ ടൈം. അവിടെ ആ ബി ഏബിൾ ടുവിൻ്റെ കൂടെ വിൽ നോട്ട് ചേർക്കണം. അതാണ് ഈ വോണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിളൂടെ പറയാം. നമുക്കൊരു മൂവി കാണണം എന്നുണ്ട്, പക്ഷെ വേറെ കുറേ തിരക്കുള്ളതുകൊണ്ട് ഈ മൂവി കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നല്ല ഉറപ്പില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? നമുക്ക് ഈ മൂവി കാണാൻ പറ്റില്ലേ എന്ന് ചോദിക്കില്ലേ. അവിടെ നമുക്ക് പറയാം വോണ്ട് വി ബി ഏബിൾ ടു സീ ദ മൂവി. വോണ്ട് വി ബി ഏബിൾ ടു സീ ദ മൂവി. കണ്ടോ, അവിടെയും ബി ഏബിൾ ടുവിൻ്റെ കൂടെ നമ്മൾ വോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മളിങ്ങനെ വോണ്ട് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ലേ എന്ന് ചോദിക്കാൻ മാത്രമല്ല, എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷനൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഡിന്നറിന് വെയിറ്റ് ചെയ്യില്ലേ, ഡിന്നറൂടെ കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ അവിടെ വിൽ യു സ്റ്റേ ഫോർ ഡിന്നർ എന്ന് ചോദിക്കുന്നതിലും കുറച്ചുകൂടെ സ്ട്രോങ് ആണ് നെഗറ്റീവ് ചോദിക്കുമ്പോൾ. അപ്പോൾ വോണ്ട് യു സ്റ്റേ ഫോർ ഡിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അയാളെ പ്രസ് ചെയ്യാണ്. ഡിന്നർ കഴിഞ്ഞിട്ട് പോയാൽ മതി, അങ്ങനെ ചെയ്യൂ എന്ന് നമ്മൾ നിർബന്ധിക്കുകയാണ്. വോണ്ട് യു സ്റ്റേ ഫോർ ഡിന്നർ എന്നവിടെ ചോദ്യം വരും. മനസ്സിലായോ? അങ്ങനെയുള്ളിടത്തും ഈ വോണ്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ വോണ്ട് യൂസ് ചെയ്ത് എപ്പോഴൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതേപോലെ വുഡിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടല്ലോ, വുഡിൻറ്റ്, അതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു ഓഫറൊക്കെ ആർക്കെങ്കിലും കൊടുക്കില്ലേ, അത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് ഒരു കപ്പ് ചായ എടുക്കട്ടെ അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നൊക്കെ. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ ഓഫർ ചെയ്യുകയാണല്ലേ, അത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വുഡിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഒരു കപ്പ് ചായ എടുക്കട്ടെ, അതായത് ചായ വേണ്ടേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ചോദിക്കാവുന്നത്? വുഡിൻറ്റ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ. വുഡിൻറ്റ് ആണ് യൂസ് ചെയ്തത്. വുഡിൻറ്റ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വോണ്ട് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ എന്നും ചോദിക്കാം. പക്ഷേ ഇതിനേക്കാളെല്ലാം കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നത് വുഡിൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ നമുക്ക് ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ. വുഡിൻറ്റ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്. അപ്പോൾ കൊടുക്കണം എന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്, വുഡിൻറ്റ് യു ലൈക്ക് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ആ ഓഫർ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്യാനും കുഡും, അതിൻ്റെ നെഗറ്റീവ് ഫോംസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, നിനക്ക് പാടാൻ പറ്റില്ലേ? എന്ത് ചോദിക്കും? കാൺറ്റ് യു സിങ്. നിനക്ക് പാടാൻ പറ്റുമോ എന്നായിരുന്നെങ്കിൽ ക്യാൻ യു സിങ് എന്ന് ചോദിക്കും അല്ലേ. ഇത് പറ്റില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ചോദിക്കുന്നത് എന്തിനാണെന്നറിയാമല്ലോ, പാടാൻ പറ്റുമെന്ന് നമുക്കറിയാം, എന്നാലും നമ്മൾ ഒന്നും കൂടെ ഉറപ്പിക്കാനാണ് ചോദിക്കുന്നത്. പാടാൻ പറ്റില്ലേ, ഒന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണത്.
അപ്പോൾ കാൺട്ട് യു സിങ് എന്ന് വന്നു. ഇനി അയാൾക്ക് പടികൾ കയറാൻ പറ്റില്ലേ, അതായത് സ്റ്റേഴ്സ് കയറാൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെയും കാൺട്ട് ആണ് വരിക. കാൺട്ട് ഹി ക്ലൈം ദ സ്റ്റേഴ്സ്. കണ്ടോ, കാൺട്ട് ഹി ക്ലൈം ദ സ്റ്റേഴ്സ്. ഒരു കാര്യം കേട്ടോ, ഇവിടെ ക്ലൈംബ് എന്ന് പറയില്ല കേട്ടോ, ബി സൈലൻ്റ് ആണ്, ക്ലൈം എന്ന് പറഞ്ഞാൽ മതി. കാൺട്ട് ഹി ക്ലൈം ദ സ്റ്റേഴ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ വന്നാലോ, അയാൾക്ക് പടികൾ കയറാൻ പറ്റിയില്ലേ, പാസ്റ്റ് ടെൻസ് ആണ്. അവിടെ എന്താ വരിക? couldn't he climb the stairs. can't അല്ല, couldn't വന്നു. couldn't he climb the stairs. നിനക്ക് സമയത്ത് എത്താൻ പറ്റിയില്ലേ. couldn't you reach on time. നിനക്ക് സമയത്ത് എത്താൻ പറ്റിയോ എന്ന് ചോദിക്കാൻ could you reach on time എന്ന് ചോദിക്കും. പറ്റിയില്ലേ എന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ couldn't you reach on time എന്നാണ് ചോദ്യം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ can't യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ലേ, പറ്റില്ലേ എന്നൊക്കെ ചോദിക്കാൻ മാത്രമല്ല കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ഒരു പരാതി പോലെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാനും നമുക്ക് can't യൂസ് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കാന്നിരിക്കട്ടെ, നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ശബ്ദം താഴ്ത്തിയാണ്, അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് കുറച്ച് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ലേ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ പറയുക? can't you speak a bit louder. കേട്ടോ, can't you speak a bit louder. അവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ലേ എന്നുള്ളൊരു അർത്ഥത്തിലല്ല, ശരിക്കൊരു പരാതിയാണ് പറയുന്നത്. can't you speak a bit louder. I can't hear a thing. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഒരു കംപ്ലയിൻറ്റ് പോലെ പറയാനും can't യൂസ് ചെയ്യാം. വേറൊരു സന്ദർഭം, നമ്മളൊരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വല്ലാത്ത ശബ്ദം പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ പറയുകയാണ്, ഈ മാനേജർക്ക് ഈ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ. അവിടെ ഒരു പരാതി പോലെ പറയുകയാണല്ലേ. അവിടെ എന്തായിരിക്കും നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നത്? can't the manager do something about the noise. കണ്ടോ, can't he do something about the noise. can't ആണ് യൂസ് ചെയ്തത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പരാതിയാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് shouldn't എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഞാൻ പോകണ്ടേ. shouldn't I go. ഞാൻ പോകണമെന്നായിരുന്നെങ്കിൽ should I go എന്ന് ചോദിക്കും അല്ലേ. ഇത് പോകണ്ടേ എന്നാണ്. അപ്പോൾ shouldn't I go എന്നാണ് ചോദ്യം. അത് ഫുൾ ഫോമിൽ എഴുതണമെങ്കിൽ should I not go എന്നാണ് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ ഫോമൽ ആയതുകൊണ്ട് നമ്മൾ ഈ ഷോർട്ട് ഫോം തന്നെ യൂസ് ചെയ്താൽ മതി. shouldn't I go എന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ ഡോക്ടറെ കാണണ്ടേ. shouldn't we see a doctor. shouldn't we see a doctor എന്നാണ് ചോദ്യം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പോവണ്ടേ, വരണ്ടേ, ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ നിർബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ, അവിടെ ഓബ്ലിഗേഷൻ കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ നേരത്തെ ഇറങ്ങണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നിർബന്ധമാണ് നമ്മൾ നേരത്തെ ഇറങ്ങണം എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് പറയാവുന്നത് ഡോണ്ട് വി ഹാവ് ടു ലീവ് ഏർലി എന്നാണ്. കണ്ടോ, ഡോണ്ട് വി ഹാവ് ടു ലീവ് ഏർലി അങ്ങനെയാണ് വന്നത്. അപ്പോൾ അവൾ നേരത്തെ ഇറങ്ങണ്ടേന്നായിരുന്നെങ്കിലോ, ഒരാളെ കുറിച്ചാണെങ്കിലോ ഡസൻറ്റ് ഷീ ഹാവ് ടു ലീവ് ഏർലി. അവിടെയും ഡസൻറ്റ് കഴിഞ്ഞിട്ട് ഹാവ് വരണം. ഡസൻറ്റ് ഷീ ഹാവ് ടു ലീവ് ഏർലി അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇത് പാസ്റ്റിൽ പറയണമെങ്കിലോ, നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങേണ്ടി വന്നില്ലേ എന്നാണെങ്കിലോ ഡിഡിൻറ്റ് യു ഹാവ് ടു ലീവ് ഏർലി. പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡ് വന്നു. ഡിഡിൻറ്റ് യു ഹാവ് ടു ലീവ് ഏർലി. അയാൾക്ക് നേരത്തെ ഇറങ്ങേണ്ടി വന്നില്ലേ. ഡിഡിൻറ്റ് ഹി ഹാവ് ടു ലീവ് ഏർലി. ഹി കഴിഞ്ഞിട്ടും ഹാവ് തന്നെ വരണം. ഡിഡിൻറ്റ് ഹി ഹാവ് ടു ലീവ് ഏർലി അങ്ങനെ വരും. പക്ഷേ ഇത് ഭാവിയിലെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വോണ്ട് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ ഇറങ്ങേണ്ടി വരില്ലേ, പിന്നീടത്തെ കാര്യം പറയാണ്. എന്ത് പറയും? വോണ്ട് വി ഹാവ് ടു ലീവ് ഏർലി. വോണ്ട് വി ഹാവ് ടു, അതായത് വിൽ നോട്ട് ആണ്. വോണ്ട് വി ഹാവ് ടു ലീവ് ഏർലി. അയാൾ നേരത്തെ ഇറങ്ങേണ്ടി വരില്ലേ. വോണ്ട് ഹി ഹാവ് ടു ലീവ് ഏർലി. മനസ്സിലായോ എങ്ങനെയാണ് പറയുന്നതെന്ന്? ഇതേപോലെ നിർബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് നീഡിൻറ്റ് എന്നും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ പോകേണ്ടതില്ലേ. നീഡിൻറ്റ് വി ഗോ. നമ്മൾ പോകേണ്ടതില്ലേ. നീഡിൻറ്റ് വി ഗോ. ഞാൻ ബില്ല് അടയ്ക്കേണ്ടതില്ലേ. നീഡിൻറ്റ് ഐ പേ ദ ബിൽ. കണ്ടോ, നീഡിൻറ്റ് ഐ പേ ദ ബിൽ. അപ്പോൾ അവിടെ നീഡിൻറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ തരിക കേട്ടോ. ഇത് നിങ്ങൾ ഓരോന്നായിട്ട് വായിച്ച് ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റ്യൻ ഫോം ചെയ്യും. ആദ്യത്തത്, അവർ ഹാപ്പി അല്ലേ. അവർ ഹാപ്പി അല്ലേ. നമ്പർ 2, അവൾ നമ്മുടെ കൂടെ തങ്ങില്ലേ അല്ലെങ്കിൽ കഴിയില്ലേ. അപ്പോൾ തങ്ങുക, കഴിയുക എന്നൊക്കെ ഉള്ളതിന് ടു സ്റ്റേ എന്ന് പറയാം. അവൾ നമ്മുടെ കൂടെ തങ്ങില്ലേ. നമ്പർ 3, അവൻ പരീക്ഷ ജയിച്ചില്ലേ.
അവിടെ പാസ്റ്റിലാണ് വരുന്നത്. അവൻ പരീക്ഷ ജയിച്ചില്ലേ. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ ഇംഗ്ലീഷിൽ ഫോം ചെയ്തിട്ട് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അധികം താമസിയാതെ നമ്മൾ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന സീരീസിലെ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.